23 അധ്യായം. 7-ാം സംവത്സരത്തിൽ യഹോയാദാ ധൈര്യപ്പെട്ട് യഹോരാമിന്റെ മകൻ അസര്യാവ്, യഹോഹാനാന്റെ മകൻ യിശ്മായേൽ, ഓബേദിന്റെ മകൻ അസര്യാവ്, അദായാവിന്റെ മകൻ മയശേയ, സിക്രിയുടെ മകൻ എലീശാഫാത്ത് എന്നീ ശതാധിപന്മാരോട് സഖ്യത ചെയ്തു. അവർ യഹൂദായിൽ ചുറ്റി സഞ്ചരിച്ച് സകല യഹൂദാ നഗരങ്ങളിൽ നിന്ന് ലേവ്യരെയും ഇസ്രായേലിന്റെ പിതൃഭവന തലവന്മാരെയും കൂട്ടി യെരൂശലേമിൽ വന്നു. സർവ്വസഭയും ദൈവാലയത്തിൽ വെച്ച് രാജാവിനോട് ഉടമ്പടി ചെയ്തു. അവൻ അവരോട് പറഞ്ഞത്, ദാവീദിന്റെ പുത്രന്മാരെക്കുറിച്ച് യഹോവ അരുളി ചെയ്തതുപോലെ രാജപുത്രൻ തന്നെ രാജാവാകേണം. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമാവിത്: പുരോഹിതന്മാരും ലേവ്യരുമായ നിങ്ങളിൽ ശബ്ബത്തിൽ തവണ മാറി വരുന്ന 1/3 ഭാഗം വാതിൽ കാവൽക്കാരായിരിക്കണം. 1/3 ഭാഗം രാജധാനിയെങ്കിലും 1/3 ഭാഗം അടിസ്ഥാന വാതിൽക്കലും നിൽക്കണം. ജനമെല്ലാം യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിൽ ഉണ്ടായിരിക്കണം. എങ്കിലും പുരോഹിതന്മാരും ലേവ്യരിൽ വെച്ച് ശുശ്രൂഷ ചെയ്യുന്നവരുമല്ലാതെ ആരും യഹോവയുടെ ആലയത്തിൽ കടക്കരുത്. അവർ വിശുദ്ധരാകൊണ്ട് അവർക്ക് കടക്കാം. എന്നാൽ ജനമൊക്കെയും യഹോവയുടെ പ്രമാണം സൂക്ഷിക്കണം. ലേവ്യരോ ഓരോരുത്തൻ താന്താന്റെ ആയുധം ധരിച്ചുകൊണ്ട് രാജാവിന് ചുറ്റും നിൽക്കണം. മറ്റാരെങ്കിലും ആലയത്തിൽ കടന്നാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. രാജാവ് അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും നിങ്ങൾ അവനോട് കൂടെയുണ്ടായിരിക്കണം. ലേവ്യരും എല്ലാ യഹൂദായും യഹോദായ പുരോഹിതൻ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. ഓരോരുത്തൻ താന്താന്റെ ആളുകളെ ശബ്ബത്തിൽ തവണ മാറിപ്പോകുന്നവരെയും ശബ്ബത്തിൽ തവണ മാറി വരുന്നവരെയും തന്നെ കൂട്ടിക്കൊണ്ടുവന്നു. യഹോയാദാ പുരോഹിതൻ കൂറുകളെ വിട്ടയച്ചിരുന്നില്ല. യഹോയാദാ പുരോഹിതൻ ദാവീദ് രാജാവിന്റെ വകയായി ദൈവാലയത്തിലുണ്ടായിരുന്ന കുന്തങ്ങളും ചെറുപരിചകളും വൻപരിചകളും ശതാധിപന്മാർക്ക് കൊടുത്തു. അവൻ സകല ജനത്തെയും താന്താന്റെ കയ്യിൽ ആയുധവുമായി ആലയത്തിന്റെ വലത്തുവശം മുതൽ ആലയത്തിന്റെ ഇടത്തുവശം വരെ യാഗപീഠത്തിനും ആലയത്തിനും നേരെ രാജാവിന്റെ ചുറ്റും നിരത്തി. അവർ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ചു. സാക്ഷ്യപുസ്തകവും കൊടുത്ത് അവനെ രാജാവാക്കി. യഹോയാദയും പുത്രന്മാരും അവനെ അഭിഷേകം കഴിച്ചു. രാജാവേ ജയ ജയ എന്ന് ആർത്തുവിളിച്ചു. ജനം വരികയും രാജാവിനെ കീർത്തിക്കുകയും ചെയ്യുന്ന ഘോഷം അഥല്യ കേട്ടിട്ട് യഹോവയുടെ ആലയത്തിൽ ജനത്തിന്റെ അടുക്കൽ വന്ന് പ്രവേശനത്തിങ്കൽ രാജാവിന്റെ തൂണിന്റെ അരികെ നിൽക്കുന്നതും രാജാവിന്റെ അടുക്കൽ പ്രഭുക്കന്മാരും കാഹളക്കാരും നിൽക്കുന്നതും പ്രവേശനത്തിങ്കൽ രാജാവ് തന്റെ തൂണിന്റെ അരികിൽ നിൽക്കുന്നതും രാജാവിന്റെ അടുക്കൽ പ്രഭുക്കന്മാരും കാഹളക്കാരും നിൽക്കുന്നതും ദേശത്തെ ജനമൊക്കെയും സന്തോഷിച്ച് കാഹളമൂതുന്നതും സംഗീതക്കാർ വാദ്യങ്ങളാൽ പാടുന്നതും സ്തോത്രഗാനം നയിക്കുന്നതും കണ്ടപ്പോൾ അഥല്യ വസ്ത്രം കീറി ദ്രോഹം ദ്രോഹം എന്ന് പറഞ്ഞു. യഹോയാദാ പുരോഹിതൻ പടനായകന്മാരായ ശതാധിപന്മാരെ പുറത്തു വരുത്തി അവരോട്, അവളെ അണികളിൽ കൂടി പുറത്തു കൊണ്ടുപോകുവിൻ. ആരെങ്കിലും അവളെ അനുഗമിച്ചാൽ അവൻ വാളാൽ മരിക്കണമെന്ന് കൽപ്പിച്ചു. അവളെ യഹോവയുടെ ആലയത്തിൽ വെച്ച് കൊല്ലരുത് എന്ന് പുരോഹിതൻ കൽപ്പിച്ചിരുന്നു. അങ്ങനെ അവർ അവൾക്ക് വഴിയുണ്ടാക്കി കൊടുത്തു. അവൾ രാജധാനിക്ക് സമീപത്ത് കുതിരവാതിലിന്റെ പ്രവേശനത്തിങ്കൽ എത്തിയപ്പോൾ അവിടെ വെച്ച് അവർ അവളെ കൊന്നുകളഞ്ഞു. അനന്തരം യഹോയാദാ തങ്ങൾ യഹോവയുടെ ജനമായിരിക്കുമെന്ന് താനും സർവ്വജനവും രാജാവും തമ്മിൽ ഒരു നിയമം ചെയ്തു. പിന്നെ ജനമൊക്കെയും ബാലിന്റെ ക്ഷേത്രത്തിലേക്ക് ചെന്ന് അത് ഇടിച്ച് അവന്റെ ബലിപീഠങ്ങളെയും വിഗ്രഹങ്ങളെയും തകർത്തു കളഞ്ഞു. ബാലിന്റെ പുരോഹിതനായ മത്ഥാനെ ബലിപീഠങ്ങളുടെ മുമ്പിൽ വെച്ച് കൊന്നുകളഞ്ഞു. ദാവീദ് കൽപ്പിച്ചതുപോലെ സന്തോഷത്തോടും സംഗീതത്തോടും കൂടെ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം യഹോവയുടെ ഹോമയാഗങ്ങളെ അർപ്പിക്കേണ്ടതിന് യഹോയാദാ യഹോവയുടെ ആലയത്തിന് ദാവീദ് വിഭാഗിച്ചു കൊടുത്തിരുന്ന ലേവ്യരുടെയും പുരോഹിതന്മാരുടെയും കീഴിൽ യഹോവയുടെ ആലയത്തിൽ ഉദ്യോഗങ്ങളെ നിയമിച്ചു. വല്ല പ്രകാരത്തിലും അശുദ്ധനായ ഒരുത്തനും അകത്ത് കടക്കാതിരിക്കേണ്ടതിന് അവൻ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരെ നിയമിച്ചു. അവൻ ശതാധിപന്മാരെയും പ്രഭുക്കന്മാരെയും ജനത്തിന്റെ പ്രമാണികളെയും ദേശത്തിലെ സകല ജനത്തെയും കൂട്ടി രാജാവിനെ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഇറക്കി മേലത്തെ പടിവാതിൽ വഴിയായി രാജധാനിയിലേക്ക് കൊണ്ടുവന്നു രാജാസനത്തിലിരുത്തി. ദേശത്തിലെ സകല ജനവും സന്തോഷിച്ചു. നഗരം സ്വസ്ഥമായിരുന്നു. അഥല്യയെ അവർ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു.